ഹായ് എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇതും ആഫ്റ്റർ ഡ്യൂട്ടി ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് പീസ്ഫുള്ളാണ്. എപ്പോഴും അന്നന്നത്തെ കാര്യങ്ങൾ അപ്പം തന്നെ ക്ലിയർ ആക്കി കൂടുതൽ മെസ്സപ്പ് ആവാതെ നോക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഫുഡും പ്രിപ്പയർ ചെയ്ത് കുറച്ച് നേരം വെറുതെ ഇരിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം ടൈം സെറ്റാവാനും ഞാൻ എപ്പോൾ മാറുമ്പോഴും എനിക്ക് കുറച്ച് ടൈം എടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു 2 വീക്സായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു റെസിപ്പി പറയണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല, പക്ഷേ ഇതിൻ്റെ റെസിപ്പി കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു റെസിപ്പി വീഡിയോ ഒന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അതിലെന്തെങ്കിലും മിസ്സാവുമോയെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ആദ്യം പാസ്ത എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. കാരണം അതിലെന്തായാലും ചെറിയ പൊടിയൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുകിയിട്ട് ഒന്ന് അരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വാരാൻ വേണ്ടി ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ ഒണിയനും ക്യാപ്സിക്കും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കണം, ചെറിയ പീസാക്കിയിട്ട്. പിന്നെ വേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ചധികം വെളുത്തുള്ളി കൂടെ എടുത്ത് ചതച്ചിട്ട് അത് വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അത്ര മാത്രം മതി. അതൊരു 10 to 15 മിനിറ്റ്സ് മാത്രം മാരിനേറ്റ് ചെയ്താൽ മതി. ഹാഫ് ആൻ അവർ വെക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളൊരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. കാരണം പാസ്ത കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അത് പാസ്ത ഒരു 5 to 10 മിനിറ്റ്സ് കുക്കായി വരുമ്പോൾ, അതിൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല കുക്കിങ്ങിൻ്റെ ടൈം, പക്ഷെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കുക്കായി എന്ന് തോന്നുമ്പോൾ അതെന്തായാലും അരിച്ചെടുക്കണം. അങ്ങനെ ഇനിയിപ്പം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒണിയനും ക്യാപ്സിക്കും പിന്നെ അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പം ഇനി ഇത്തിരി നേരത്തേക്ക് എനിക്ക് കിച്ചണിൽ വരേണ്ട ആവശ്യമില്ല. മോള് കുറച്ച് നേരമായിട്ടൊരു ഗെയിം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഇനി അതൊന്ന് പോയിട്ട് കളിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യാനായിട്ട്. പിന്നെ പൊടികളൊക്കെ ആഡ് ചെയ്യാനുള്ള ടൈമാണ്. ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്യുന്നത്. ഇതിലുള്ള പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞാനൊരു ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് സ്മാഷ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ഫൈനലി പാസ്ത കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ